ശരിക്കും പറഞ്ഞാൽ പേളി മാണി ഇപ്പം ജനിച്ചത് നന്നായി. അതിന് ഞാൻ മിസ്റ്റർ മാണി സാറിനോടും വളരെ നന്ദിയുള്ളവനാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഗാന്ധിജിയുടെ കാലത്താണെങ്കിൽ നെഹ്റുവിന്റെ ഒക്കെ കാലത്താണെങ്കിൽ തിരിച്ചു പോകൂ വെറുതെ. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭഗത് സിംഗിന്റെ ഒക്കെ കാലത്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ കരാട്ടെ മാസ്റ്ററായി ഇന്നസെന്റിനെ വിളിച്ചിട്ട് അപ്പുറത്തൊക്കെ കാരണ കൊറ്റിയിട്ട് അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഒരാള് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയേണ്ടത്. അതാ ആ സീനാ പുള്ളിക്കാരി ഒന്ന് ഓർത്താ മതി. ഞാൻ ഇവിടെ നിനക്കറിയൂടാ ഡാ പോടാക്കെയുള്ള പെട്ടെന്ന് തന്നെ ഡാ പോടാ നിനക്കറിയൂടാ ഞാൻ ഒരു സാധനം ഒരു ലഡു അല്ലെങ്കിൽ ഒരു ചെറിയ ചിപ്സ് അല്ലെങ്കിൽ ഒരു ഇത് ഞാനിങ്ങനെ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവൻ വേണ്ടെന്ന് പറയൂടാന്നൊക്കെ ശ്രീനെ കുറ്റം പറയണം. അപ്പൊ ശ്രീനി ഇങ്ങനെ ഇതിങ്ങനെ നോട്ടോട്ടാ ഞാനിപ്പോ പറഞ്ഞു എന്നുള്ള നോട്ടം. ഈ പറയുന്ന പോലെ ഹോളോകോസ്റ്റിൽ കൊല്ലപ്പെട്ടിട്ടുള്ള 10,000-ങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. അതുപോലെ ഹിറ്റ്ലറിന്റെ ആരോഗ്യത്തിനു കൂടി ഇതാണ് AMMA പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവൾക്കൊപ്പം എന്നാൽ അവനൊപ്പം. അപ്പൊ ഇതുപോലെ അവൾക്കൊപ്പം അവനൊപ്പം എന്ന് പറയുന്ന സ്റ്റാൻഡാണ്. ഇതിനേക്കാൾ വൃത്തികെട്ട ഒരു സ്റ്റാൻഡ് ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. ഇതിൽ എന്തോരം പേര് സമരക്കാർക്ക് എതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അവർക്ക് പോലും ഒരു മര്യാദയുണ്ട്. ഇവിടെ അടി കൊടുക്കേണ്ടത് ഈ പ്രചോദനം കൊടുത്തവനല്ല. ആരും ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. മിക്കവാറും അപ്പുറത്തേക്കണ ആ വീടിന്റെ ഓപ്പോസിറ്റുള്ള പട്ടി പോലും ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരത് തള്ളുകയാണ്. എന്നെ കുറെ പേര് വിളിച്ചു. സർ, പേളിമാണിയുടെ കാവ്യപ്രേമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പേളിമാണിനെ 2 ലക്ഷത്തോളം ആളുകളാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് അൺഫോളോ ചെയ്തു പോയതെന്ന് പറയുന്നു. CJP സമരത്തിനെ പിന്തുണയ്ക്കുകയാണോ അവർ ചെയ്തത്, ഒപ്പോസ് ചെയ്യുകയാണോ എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സമാധാനപരമായിട്ടുള്ള സമരരീതിയാണ് വേണ്ടത്, ജീവനാണ് പ്രധാനം എന്നാണ് പേളി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അതിന്റെ പേരിൽ എന്തൊക്കെയാണ് ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അല്ല, ഇതില് മറ്റേ ആദ്യം പറഞ്ഞതിൽ സംശയം വേണ്ട. കാരണം പേളി മാണി ഈ സമരത്തെ പുറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. മറ്റേ ബാഹുബലി കട്ടപ്പ ചെയ്തതുപോലെ തന്നെ. കട്ടപ്പ ചെയ്തതിന് പോലെ ഒരു ഡീസൻസി ഉണ്ടായിരുന്നു. കാരണം പുള്ളിനോട് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ 30 വെള്ളിക്കാശിന് വേണ്ടി ഈ സമരത്തെ ഒറ്റുകൊടുക്കുകയാണ് പ്രിയപ്പെട്ട പേളി മാണി ചെയ്തിട്ടുള്ളത്. പിന്നെ പേളി മാണിയൊക്കെ ഇതൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ ആളുകൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. അല്ലാതെ ഇവർ ഭയങ്കര ആദർശത്തിന്റെ അപ്പോസ്തലയാണെന്നൊന്നും വിചാരിച്ചു കളയത്. വാ തുറന്ന് ഇവർ നുണയെ പറയാറ്. പേളി മാണി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഇവർക്ക് ഹേറ്റേഴ്സ് ഒന്നുമില്ല, നെഗറ്റീവ് കമൻസ് ഒന്നും ഉണ്ടാകാറില്ല എന്നാണ്. ഇവർ അതിനുവേണ്ടി കൃത്യമായിട്ടൊരാളെ വെക്കുകയും അതിനുവേണ്ടി നെഗറ്റീവ് കമൻസ് ഒക്കെ തന്നെ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമുള്ളത് ഇതിൽ പേളി മാണി ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. അതാണ് Many of you wanted me to share my thoughts. Some encouraged me while others questioned my silence. I understand both എന്നാണ്. അതായത് ചിലർ എൻ്റെ നിശബ്ദതയെ ചോദ്യം ചെയ്തു, ചിലർ എന്നെ അഭിപ്രായം പറയാൻ എൻകറേജ് ചെയ്തു എന്നുള്ളത്. ഇവരാരാണെന്നാണ് നമുക്കറിയേണ്ടത്. ഇവരെയാണ് വള്ളിച്ചൂരലടിക്കുന്നത്. മര്യാദക്ക് അവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി കിടന്ന് മറ്റേ വീട്ടിൽ പരിപ്പ് കറി മറ്റേ പിണ്ണാക്ക് ഇതൊക്കെ ഉണ്ടാക്കണ വീഡിയോ കാണിച്ച് പോയാൽ മതി. അതിന് കുഴപ്പമില്ല, നമുക്ക് വിരോധമില്ല. അതൊക്കെ നല്ല വീഡിയോ ഒക്കെ തന്നെയാണ്. ഞാനിവരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിവരുടെ ഇന്റർവ്യൂ പോലും കാണാറില്ല. ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇന്റർവ്യൂ പോലും കാണാറില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ചില ഷോർട്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. കാരണം എന്താ വെച്ചാൽ ഒരു ഡിസൈനുള്ള മുണ്ടുടുത്ത് കുഞ്ചാക്കോ ബോബൻ ഫ്രണ്ടിലിരിക്കുന്നു. ഉടനെ തന്നെ പേളി മാണി പറയുന്നത് ഇടാ അതൊന്ന് പൊക്കി കാണിച്ചെന്ന് പറയും. അപ്പൊ പൊക്കി കാണിച്ചെന്ന് പറയണ കട്ട് ചെയ്ത് മനപ്പൂർവ്വം ഇട്ടേക്കണെന്ന് വെച്ചാൽ അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി വേണം. ഇത് എന്താണ് പൊക്കാൻ പോണത്, എങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇപ്പൊ ഇനി കുഞ്ചാക്കോവിനെ പൊക്കിയാലും ഇല്ലെങ്കിലും ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളത് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കൊള്ളുന്നില്ല. പിന്നെ ഇവരുടെ ഈ കമന്റുകൾ പക്ഷെ അങ്ങേയറ്റം ക്രൂരമായി പോയി. അതിലെന്താന്ന് വെച്ചാൽ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹാവ് ബീൻ പെയിൻഫുൾ ആൻഡ് ദേ ഹാവ് ഫോഴ്സ്ഡ് ഓൾ ഓഫ് അസ് ടു പോസ് ആൻഡ് റിഫ്ലക്ട്. കുറച്ച് വേദനകൾ നിറഞ്ഞതായിരുന്നു പാസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നണ വല്ല തലവേദന, കാലുവേദന, വയറുവേദന അല്ലെങ്കിൽ വല്ല ചെന്നിക്കുത്തൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് വേറെ വല്ല അസുഖം. അല്ലാതെ ഇതിനൊന്നും പുള്ളിക്കാരി വേദനിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്ര അഭ്യാസത്തിനൊന്നും ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വി ഹാവ് വിറ്റ്നസ്ഡ് സ്ട്രെങ്ത് ആൻഡ് യൂണിറ്റി ബ്ലാ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ, ആളുകളുടെ ദൃഢനിശ്ചയം കണ്ടു, യൂണിറ്റ് കണ്ടു, മണ്ണാങ്കട്ട കണ്ടു, തേങ്ങാക്കൊല കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞേക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കണം ഐ സോ ഹെഡ് ബ്രേക്കിംഗ് ഇമേജസ്. ഇവിടെയാണ് അവരുടെ മറ്റേ പൂച്ച പുറത്തിയാടുന്നത്. എത്രയൊക്കെ തന്നെ പുട്ടി വാരി തേച്ചാലും ശരി, ഫ്രോഡത്തരം പുറത്തിയാടുമെന്ന് പറഞ്ഞ അതിൻ്റെ ഉദാഹരണമാണ് ഈ വാചകം. ഐ സോ ഹെഡ് ബ്രേക്കിംഗ് ഇമേജസ് ആൻഡ് വീഡിയോസ് ഓഫ് ക്ലാഷസ് ഇൻ വിച്ച്
സ്റ്റുഡൻസ് ആൻഡ് ഓഫീസേഴ്സ് were hurt. അതായത് ക്ലാസ്സും ഇതുമൊക്കെ കണ്ടത് സ്റ്റുഡൻസും ഓഫീസേഴ്സും തമ്മിൽ ഹർട്ടാകുന്നത് ആണ് ഇവർ കണ്ടത്. സത്യം പറഞ്ഞ് ഇവരുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേളിമാണിയെ മാത്രം കണ്ടിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണെന്നറിയാമോ, കുറെ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരൊക്കെ വീട്ടിൽ ചാരുകസേരയൊക്കെ ഇടുന്ന് ഉറങ്ങണമായിരുന്നു. അപ്പോൾ ഒരു ചായയും കുടിച്ചിട്ടിരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളായി ചെന്നിട്ട് അവൻ്റെ കറകുരുക്കിട്ട് അടിച്ചിട്ട് നമുക്ക് വന്നത്. അങ്ങനെയാണ് ക്ലാഷ് ഉണ്ടായത്. ക്ലാഷ് ഉണ്ടായത് എന്താണ് പേളിമാണി? ജന്തർ മന്ദറിൽ ഗവൺമെന്റ് അനുവദിച്ചേക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം നടത്തിയ ആളുകളെ മുളവടിയും മറ്റേ ആ വടിയിൽ ആണിയും പിടിപ്പിച്ച് ഇവർ വന്ന് എന്ത് ചെയ്തു? ഇനി ഇതെല്ലാം പോട്ടെ, പേളിമാണി ഉറപ്പായിട്ടും കണ്ടിട്ടുള്ള ഒരു വിഷയം ഉണ്ടാവുമല്ലോ. ഒരു പെൺകുട്ടി പൊയ്ക്കോന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്കും വളരെ മോശപ്പെട്ട അതിന്റെ സ്വകാര്യ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? വടി കുത്തുന്നു എന്ന് പറയുന്നത് എത്ര വൃത്തികെട്ട പണിയാണ്. ഇനി പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പെല്ലറ്റ് വെച്ച് എത്ര പേരുടെ മുറിഞ്ഞിട്ടുള്ള ആളെ ഇന്നലെ മറ്റേ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് നിർത്തി കൃത്യമായിട്ട് ഹരിയാനയിലെ ഒരു പയ്യന്റെ ബോഡി കാണിച്ചല്ലോ. അപ്പൊ ഇത്തരത്തിൽ എത്ര പേർക്കാണ് പരിക്കുകൾ പറ്റിയേക്കണം. പക്ഷേ പേളി ചെയ്യുന്ന ഇതേ പണി തന്നെയാണ് നാഷണൽ മീഡിയകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ലൈൻ എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം പക്ഷേ ഞങ്ങൾ ഗംഭീരമായി തടഞ്ഞു നിർത്തിയെന്ന്. അതായത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്ത MP-മാരെ ഞങ്ങൾ തടഞ്ഞു നിർത്തി. പിന്നെ 116 പോലീസുകാർക്കും 38 സ്റ്റുഡൻസിനും ചെറിയ പരിക്കുകൾ പറ്റിയത്. ഇത് കേട്ടാ തോന്നണ ഏതാണ്ട് പിള്ളേരൊക്കെ കൂടി ഇവരെടുത്തിട്ട് തല്ലി എന്നുള്ളതാണ്. സത്യത്തിൽ എന്തൊരു വേഷം കെട്ടാണ് ഈ പുള്ളിക്കാരിയെ കാണിക്കണമെന്ന് ഞാൻ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് അങ്ങേറ്റം. ഇനി അടുത്തത് ദാറ്റ് ചേഞ്ച് സംതിങ് ഇൻ മീ. ഈ അടിയെ കൊള്ളുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോഴേക്കും എന്നിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. ഓൾ ഐ കുഡ് തിങ്ക് വാസ്, അത് നമ്മൾ മറ്റേ BGM ഒക്കെ ഇട്ട് പറയണോട്ടോ, എനിക്ക് അത്രയും മ്യൂസിക് ഒക്കെ തനി ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹർട്ട്, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹർട്ട്. നിങ്ങൾ മുറിവേൽക്കരുത്. പ്ലീസ് സ്റ്റേ സേഫ്, സുരക്ഷിതരായിട്ടിരിക്കൂ. ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ ഗോ ബാക്ക് ഹോം. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകൂ. നോ കോസ് ഈസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഒരു ജീവിതം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പം ശരിക്കും പറഞ്ഞാൽ പേളിമാണി ഇപ്പം ജനിച്ചത് നന്നായി. അതിന് ഞാൻ മിസ്റ്റർ മാണി സാറിനോടും വളരെ നന്ദിയുള്ളവനാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഗാന്ധിജിയുടെ കാലത്താണെങ്കിൽ നെഹ്റുവിന്റെ ഒക്കെ കാലത്താണെങ്കിൽ തിരിച്ചു പോകൂ വെറുതെ. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭഗത് സിംഗിന്റെ ഒക്കെ കാലത്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 3 പേര് ഞാൻ പറഞ്ഞ ഇനിയിപ്പോ വേണമെങ്കിൽ 50 പേരുടെ പേര് പറയാം. ഈ 3 പേരെന്ന് പറഞ്ഞാൽ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ട്രെയിൻ ടിക്കറ്റിൽ സ്വന്തം കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായി യാത്ര ചെയ്യുമ്പോഴും വേറൊരു ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് ഉള്ള ഒരു യാത്രക്കാരനെ അവൻ യാത്ര ചെയ്യാൻ ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിട്ടും കറുത്ത വർഗ്ഗക്കാരനാണെന്നുള്ള പുറത്ത് ഒരു ട്രെയിനിൽ നിന്ന് ചവിട്ടി ഇറക്കുന്നത് കണ്ടിട്ടുള്ള രോഷം കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്. മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യന്മാർ ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന പുതിയൊരു മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ചു. അന്യന്റെ വേദനകളെ ഏറ്റെടുത്തുകൊണ്ടാണ്. എന്റെ പൊന്നു പേളിമാണി അതുപോലെ തന്നെ ഈ 22 കുട്ടികൾ മരിച്ചുപോയി. 22 കുട്ടികൾ ഇപ്പൊ മാത്രമാണ്, 93 കുട്ടികൾ അല്ലാതെ മരിച്ചുപോയി. അപ്പൊ ഇവരുടെയൊക്കെ വേദനകളെ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെ സമരം ചെയ്യാൻ വേണ്ടി വന്നത്. സമരം ചെയ്യാൻ വേണ്ടി വന്നത് പേളിമാണിയുടെ പോലെ മറ്റേ ബ്ലാ അടിച്ച് വേഷം കെട്ടി വന്നവരല്ല. അവര് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയവരാണ് അഭിജിത് ദീപ്കെ. അതുപോലെ അവിടെ നിരാഹാരം കിടന്ന ഓരോ കൊച്ചും, ഞാനിപ്പോ അവരുടെ എല്ലാവരുടെയും ക്വാളിഫിക്കേഷൻ പറയാം. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള SFIക്കാരൻ അദ്ദേഹവും ഇതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ നിരവധി ആളുകൾ. പിന്നെ സോനം വാങ്ചുക്കാരാണ്. സോനം വാങ്ചുക്ക് മറ്റേ ഈ എഞ്ചിനീയർ NIT പഠിച്ചിറങ്ങിയ എഞ്ചിനീയറാണ്. അയാൾക്ക് ലോകത്തെവിടെയും വലിയ ജോലി കിട്ടാൻ തക്ക മിടുക്കുള്ള ഒരാളാണ്. എന്നിട്ട് അയാൾ നിരാഹാരം കിടന്നത് വീട്ടിൽ പട്ടിണിയായിട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഇല്ലേ മറ്റേ ഈ ഒരു ശ്രീനിവാസന്റെ ഒക്കെ സിനിമയുണ്ട്. അതില് താങ്കൾക്കൊക്കെ ഓർമ്മയുണ്ട് ആ സിനിമ. അതായത് ശ്രീനിവാസനും മറ്റേ മാമുക്കോയും കൂടി മറ്റേ ഡ്രൈവിങ് പഠിക്കുന്നുണ്ട്. എന്നിട്ട് വണ്ടി കൊണ്ട് ഇടിച്ച് ഹോസ്പിറ്റലാകുന്നുണ്ട്. ഹോസ്പിറ്റലാകുമ്പോഴത്തേക്കും മറ്റേ ഇന്നസെന്റ് വന്നിട്ട് പറയുന്നുണ്ട് എന്തത്. ഇന്നസെന്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്ക് ഇന്നസെന്റ് വന്നിട്ട് പറയുന്നതാണ് ഇയാളാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ഇയാൾക്കൊന്നും അറിയില്ല, എനിക്ക് അന്നേരം അറിയാമായിരുന്നു ഇയാൾ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഇതുപോലെ സംഭവിക്കുമെന്ന്. കാലൊടിഞ്ഞ് കിടക്കുന്ന 2 പേരുടെ. അപ്പൊ തന്നെ മറ്റേ ഈ നമ്മുടെ പുള്ളി മാമുക്കോയ വേദന അപ്പുറത്തേക്ക് വന്ന് വിളിച്ചിട്ടുണ്ട്. ആരാ? കരാട്ടെ മാസ്റ്ററായിട്ടാണ് ഇന്നസെന്റ് അഭിനയിക്കുന്നത്. അപ്പൊ കരാട്ടെ മാസ്റ്ററായി ഇന്നസെന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് കാരണ കൊറ്റിയിട്ട് അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഒരാള് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയേണ്ടത്. അതാ ആ സീനാ പുള്ളിക്കാരി ഒന്ന് ഓർത്താൽ മതി.
ആ പേളിമാണി അതിലാണ് പറയേണ്ടത്. പുള്ളിക്കാരി ഇത് ശരിക്കും അത് ചെയ്യേണ്ട, പുള്ളിക്കാരി ഓർക്കേണ്ട ഏക സീൻ അതാണ്. പിന്നെ എവറി സ്റ്റുഡൻറ് ഈസ് സമ്മൺസ് ചൈൽഡ്, സമ്മൺസ് ഡ്രീം, സമ്മൺസ് എൻ്റയർ വേൾഡ്. അതൊക്കെ ശരി തന്നെ. ഓരോ കുട്ടിയും ആരുടെയെങ്കിലും ഒക്കെ കുട്ടിയാണ്, ഓരോ വിദ്യാർത്ഥിയും ആരുടെയെങ്കിലും ഒക്കെ കുട്ടിയാണ്, ആരുടെയെങ്കിലും ഒക്കെ സ്വപ്നമാണ്, ആരുടെയെങ്കിലും ഒക്കെ ലോകമാണ്. അതൊക്കെ ശരി തന്നെ. അതൊക്കെ ആ തള്ളൊക്കെ ഓക്കെ ഓക്കെ. ലൈക്ക് സോ മെനി അതേഴ്സ് ഐ ബിലീവ് അവർ സ്റ്റുഡൻസ് ഡിസർവ് ആൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്, ഫെയർ ആൻഡ് ഗീവ്സ് എവറി ചൈൽഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. എൻ്റെ പൊന്നു സുഹൃത്തെ, അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിടന്ന് സമരം ചെയ്യേണ്ടി വരുന്നത്. ദേ ഡിസർവ് ടു ബി ഹേർഡ്. അത്രയെങ്കിലും പറഞ്ഞിട്ട് അവർ കേൾക്കാൻ അർഹരാണെന്ന് പറഞ്ഞു. ആൻഡ് ദേ ഡിസർവ് ടു ഫീൽ സേഫ് എക്സ്പ്രസിങ് ദംസെൽവ്സ് പീസ്ഫുള്ളി. ഇതങ്ങാട് നേരെ ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ മതി. ഇത് ഗവൺമെന്റിനോട് പറഞ്ഞാൽ മതി, നിങ്ങൾ അവരെ ചെന്ന് ഉപദ്രവിക്കാതിരിക്കുക, അവരോട് സമരം ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ചെറുതായിട്ട് ഇൻകം ടാക്സിന്റെ റെയ്ഡ് വന്ന് ഓർക്കണ്ട വീട്ടിൽ. അതിപ്പോഴത്തെ ഇരുന്നിട്ടില്ലേ ഒന്ന്. അപ്പൊ പിന്നെ നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? മറ്റേ 4 വെള്ളം എടുത്തിട്ട് 4 വെള്ളത്തിലും കൂടി മറ്റേ കൈയും കാലും കവച്ച് കുത്തി കിടക്കാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളോട് ഞാൻ സൂപ്പർ അല്ലേടാന്ന് ചോദിക്കാതിരിക്കുക. കിടക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ ഞാൻ സൂപ്പർ അല്ലേ എന്ന് ചോദിക്കാതിരിക്കുക. പിന്നെ അടുത്തത്, ആൻഡ് ഫൈനലി അതാണ് അടുത്തത്, മെനി ഓഫ് യു വാണ്ടഡ് മീ ടു ഷെയർ മൈ തോട്ട്സ്, സം എൻകറേജ് മീ. അതൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ, അവനേക്കാണ് അടിക്കേണ്ടത്. ആ someone whose words can reach many people, and I believe I have a responsibility to speak with care, especially during this time like this. അത് കെയറോടുകൂടി സംസാരിക്കണം. കാരണം എന്താ, ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, കൂടാതെ ഇൻകം ടാക്സ് എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഐ ഡോണ്ട് എക്സ്പെക്ട് എവരി വൺ ടു എഗ്രി വിത്ത് മീ. അങ്ങനെ വിചാരിക്കരുത് എല്ലാവരും എഗ്രി ചെയ്യില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഒരാൾ പോലും എഗ്രി ചെയ്യില്ല. ദിസ് ഈസ് സിംപ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അല്ലെങ്കിൽ തന്നെ കളക്റ്റീവായിട്ട് ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. Above everything else, I pray for peace. സമാധാനം. I pray for the safety for every student, every officer and every citizen. ഇതിപ്പോ അവരുടെ കൂടെയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഐ പ്രേ ഫോർ, ഈ പറയുന്ന പോലെ ഹോളോകോസ്റ്റിൽ കൊല്ലപ്പെട്ടിട്ടുള്ള 10,000-ങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രേ ചെയ്യുന്നു. അതുപോലെ ഹിറ്റ്ലറിന്റെ ആരോഗ്യത്തിന് കൂടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് AMMA പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവൾക്കൊപ്പം എന്നാൽ അവനൊപ്പം. അപ്പൊ ഇതുപോലെ അവൾക്കൊപ്പം അവനൊപ്പം എന്ന് പറയുന്ന സ്റ്റാൻഡാണ്. ഇതിനേക്കാൾ വൃത്തികെട്ടൊരു സ്റ്റാൻഡ് ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ ഇതിൽ എന്തോരം പേര് സമരക്കാർക്ക് എതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അവർക്ക് പോലും ഒരു മര്യാദയുണ്ട്. ഇത് തല്ലുകൊണ്ട് നിനക്കും വേദനിക്കാണ്ടിരിക്കട്ടെ, തല്ലിയവന്റെ കൈക്കും വേദനിക്കാണ്ടിരിക്കട്ടെ. അത് തന്നെ. അതാണ് അത്. തല്ലിയവന്റെ കൈക്ക് എന്ത് ചെയ്യട്ടെ, കൈക്ക് ആരോഗ്യം പകരട്ടെ. അതാണ് തല്ലിയവന്റെ വേദനിക്കാതിരിക്കട്ടെ. കൊത്തല്ലേ കിട്ടിയുള്ളൂ, കുഴപ്പമില്ല. മറ്റവന്റെ കൈ സുഖപ്പെടട്ടെ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയാ എപ്പോഴാണെന്നറിയാമോ? അവനവന്റെ വീട്ടിൽ നിന്ന് ആർക്കും ഇത് പറയാം വരാത്തത് കൊണ്ട്. മനസ്സിലായി? അവനവന്റെ വീട്ടിലൊരു കൊച്ച് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച്, ആ പഠിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പരീക്ഷ എഴുതിയിട്ട് ഞാൻ പറഞ്ഞ മരണം എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, മരിക്കാതെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു നോക്കട്ടെ. അപ്പൊ അത് അനുഭവിച്ചു വന്ന വേദന എന്താണെന്ന് ഉറപ്പായിട്ടും മനസ്സിലായോ? നീറ്റ് എക്സാമിനൊക്കെ അത്രയും ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതും ഏറ്റവും നന്നായി മനോഹരമായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എത്രമാത്രം ആളുകൾക്ക് വേദന ഉണ്ടാവും. അല്ല, നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ തന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന പിള്ളേർ. ഈ കേളിമാണിയുടെ അടുത്ത് നിന്നും നമ്മൾ പ്രതീക്ഷിക്കലട്ടാ. പുള്ളിക്കാരിയൊക്കെ ആ മുടിയുടെ വളവ് മാത്രമല്ല, മുടിയുടെ വളവ് സുന്ദരമാണ്, പക്ഷെ അതിനേക്കാളൊക്കെ വളവുള്ളൊരു മനസ്സും ശരീരവുമാണ് പുള്ളിക്കാരുടെ. കാര്യമായിട്ട് പറഞ്ഞേ. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിൽ എനിക്ക് ഏറ്റവും വലിയ തമാശ തോന്നി. തമാശ എന്താണെന്ന് വെച്ചാൽ, ശ്രീനിയും പുള്ളിക്കാരിയും കൂടി ഇന്റർവ്യൂവിന് ഇരിക്കണേ. അപ്പോൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ മറ്റേ ഇന്റർവ്യൂ ഇപ്പോൾ ചെയ്യുന്ന പെൺകുട്ടി പുള്ളിക്കാരോട് വളരെ സ്നേഹത്തോടെ ചോദിക്കണേ, ഞാൻ ഇട നിനക്കറിയൂടാ, പോടാക്കെയുള്ള പെട്ടെന്ന് തന്നെ നിനക്കറിയൂടാ, ഞാൻ ഒരു സാധനം, ഒരു ലഡു അല്ലെങ്കിൽ ഒരു ചെറിയ ചിപ്സ് അല്ലെങ്കിൽ ഒരു ഇത് ഞാനിങ്ങനെ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് വേണ്ടെന്ന് പറയൂടാ എന്നൊക്കെ ശ്രീനെ കുറ്റം പറയണം. അപ്പൊ ശ്രീനി ഇങ്ങനെ ഇതിങ്ങനെ നോട്ടോട്ടാ, ഞാനിപ്പോ പറഞ്ഞു എന്നുള്ള നോട്ടം. അപ്പൊ ഓക്കെ, നീ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ പറയാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഓക്കെ. അപ്പം മറ്റേ പുള്ളിക്കാരിയാണെങ്കിൽ മറ്റേ ഈ നമ്മുടെ യൂട്യൂബ് അവതാരകരുടെ എല്ലാം രീതി എന്ന് പറഞ്ഞാൽ അവരും കൂടി കൊഞ്ചൽ റാണിമാരാണല്ലോ. അപ്പോൾ അവർ വേദനയിൽ ചോദിയോ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കു ശ്രീനി, ഒരു സാധനം കഴിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ പറയണത്, അത് കഴിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒരു തവണ വിട്ട് 2 തവണ വിട്ട് 3ാമത്തെ തവണ ഈ പെങ്കൊച്ചി ചോദിച്ചപ്പോൾ ശ്രീനിയുടെ ലെവല് തെറ്റിപ്പോയി. ശ്രീനി പറയണ്ടേ, അങ്ങനെയല്ല അത്, ശ്രീനിക്ക് ഇത്തിരി ഈ പറഞ്ഞ പോലെ അത്ര വിളവില്ലല്ലോ. അങ്ങനെയല്ല അത്,
ശരിക്കും പറയണമെങ്കിൽ ഇവള് പിന്നെ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ ചോദിക്കണേ. അപ്പം പിന്നെ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ചോദിക്കണത് അതെന്താണ്? ഇവളിപ്പോ പറഞ്ഞില്ലേ അതുപോലെ കഴിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കഴിച്ചോളാം, ഞാനൊന്നും മിണ്ടൂല. ഞാൻ സാധാരണ ഒന്നും മിണ്ടാറുണ്ടായില്ല. കഴിച്ചോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കാറി കയറിയിട്ട് എന്നെ ചീത്ത പറയും. നീയല്ലേ ഇത് എടുക്കേണ്ടത്, നീയല്ലേ വേണ്ടെന്ന് പറയേണ്ടത്, നീയല്ലേ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? നീ പറയാത്തോണ്ടല്ലേ ഞാൻ കഴിച്ചു, ഞാൻ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ജയിലിൽ കയറുന്ന അവസ്ഥയാണെന്ന്. അതായത് വലതുകാലം വെച്ച് കയറിയാൽ ഒടി, വലതുകാലം വെച്ച് കയറി ആദ്യം ശരി ഇവിടെ താമസിക്കാൻ വന്നാടാ എന്ന് വെച്ചൊരടി. നീ ഇതെന്താ ഇവിടെ താമസിക്കാൻ വന്നാടാ, വലതുകാലം വെച്ച് കയറാനായിട്ട് അടി. ഇടതുകാലം വെച്ച് കയറി അതിലും അടി. എന്താ നീ മുടിപ്പിക്കാൻ വന്നാടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താലും നമുക്ക് പരിചയമുള്ള ഒരു ജോസഫൈൻ ചേച്ചിയുണ്ട്. ഞാൻ പറയുള്ള പേരെ പ്രശസ്തമായിട്ടുള്ള ആൾക്കെതിരെയാണ്. അപ്പൊ ജോസഫൈൻ ചേച്ചിയുടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചേച്ചി വരുമ്പോ എല്ലാവരും ഇങ്ങനെ മിണ്ടായിരിക്കും. ഊണ് കഴിച്ചാന്ന് ചോദിക്കും. ആരും മിണ്ടൂല, വാ തുറക്കൂല. എന്താ ഊണ് കഴിച്ചില്ല. അപ്പൊ ഒരു പുള്ളിക്കാരി ദിവസം പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊരു കഷ്ടമാണ് അവരൊന്ന് ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും മിണ്ടായിരിക്കണതാണ്. കുഴപ്പമില്ല, നാളെ പോലൊക്കെ മറുപടി പറഞ്ഞു പോകുന്നു. അപ്പൊ പുള്ളിക്കാരി പിറ്റേ ദിവസം പുള്ളിക്കാരി ഉണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇതേപോലെ തന്നെ വന്നിട്ട് നിങ്ങൾ ഊണ് കഴിച്ചാന്ന് ചോദിച്ചു. കഴിച്ചാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ കഴിച്ച് ചേച്ചിന്ന്. നിങ്ങൾക്ക് കഴിക്കാമല്ല, പിന്നെ കാശുണ്ട്, പണമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്, സമയമുണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കുക, കഴിച്ച് സുഖമായിട്ട് ഇവിടെ ഇരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് എന്താ വേറെ പണിയുള്ളത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു ചീത്ത. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പൊ പുള്ളിക്കാരിക്ക് പറഞ്ഞു ഇതാത്തെ. അപ്പോഴും പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരി കഴിച്ച് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വന്നത്. സത്യത്തിൽ കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം ഈ പുള്ളിക്കാരി വന്നു. മനസ്സിലായി? പാർട്ടി ഓഫീസാണിതേ. പിറ്റേ ദിവസം പുള്ളിക്കാരി വന്ന് ഈ സമയം പുള്ളിക്കാരി ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ എന്നപ്പോ എന്താ കഴിച്ചാന്ന് ചോദിച്ചു. അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞേ ഇന്നലെ ചീത്തയായിട്ടാണല്ലോ ഏത് കഴിച്ചെന്നുകൊണ്ട് കഴിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് റീസൺ? വഴക്ക് പറയാൻ കഴിക്കണ്ട. നിങ്ങളിപ്പോ 2 മണിയായാലും കഴിക്കണ്ട. നിങ്ങളിങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയും ഈ പറഞ്ഞ അവരെ നന്നാക്കാൻ വേണ്ടി നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയൊക്കെ നടന്നു. കഴിക്കണ്ട. അതിന്റെ പുറത്തൊരു 10 ചീത്ത. അപ്പൊ സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ചീത്ത. വലതുകാലം വെക്കാൻ വയ്യ, ഇടതുകാലം വെക്കാൻ വയ്യ. അപ്പൊ ആ സ്റ്റാൻഡ് ശ്രീനിയെടുത്തെടുത്ത ഏതാണ്ട് ആ സ്റ്റാൻഡ് തന്നെയാണ് ഇവിടെ എടുത്തേക്കണം. പക്ഷെ ഇത് 93 കുട്ടികൾ മരണപ്പെട്ട 22 കുട്ടികൾ ഈ അടുത്തിടെ മരണപ്പെട്ട ഒരു കാര്യത്തിലായി പോയി എൻ്റെ കേളിമാണി എന്ന് മാത്രമേ എനിക്ക് കേളിമാണി സാറ് പറഞ്ഞതുപോലെ ഇവിടെ അടി കൊടുക്കേണ്ടത് ഈ പ്രചോദനം കൊടുത്തവനെയാണ്. പ്രചോദനം കൊടുത്തവനല്ല, ആരും ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. മിക്കവാറും അപ്പുറത്തേക്കണ ആ വീടിന്റെ ഓപ്പോസിറ്റുള്ള പട്ടി പോലും ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ തള്ളുകയാണ്. എന്നെ കുറെ പേര് വിളിച്ചു. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവര് മിണ്ടിയില്ലെങ്കിൽ പിന്നെ എന്താ ആരും അല്ലെങ്കിൽ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇപ്പൊ അവർക്ക് 5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്, 4.69 ലക്ഷം ഉണ്ട് മറ്റേ യൂട്യൂബിൽ എന്നും പറഞ്ഞ് ഇവരൊന്നും അത്ര വിവരമുള്ളവരോ അല്ലെങ്കിൽ ആളുകൾക്ക് ആദരവുള്ളവരോ ഒന്നും അല്ല. മനസ്സിലായോ? ഇപ്പൊ വി ഡി സതീശന് കിട്ടുന്ന വോട്ട് വി ഡി സതീശൻ യൂട്യൂബ് ചാനലിനോട് കിട്ടി അത്രയും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ പിണറായി വിജയൻ യൂട്യൂബിൽ വീഡിയോ എടുത്ത കാണണമെന്നില്ല. പക്ഷെ എന്നും പറഞ്ഞാൽ ആളുകൾ അവർക്ക് വോട്ട് ചെയ്യും. കാരണം ആളുകൾക്കറിയാം ആരെ ജയിപ്പിക്കണമെന്നൊക്കെ. ഇവിടെ നാളെ മമ്മൂട്ടിക്ക് മോഹൻലാലും ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ ഒരു പാർട്ടി രൂപീകരിച്ചു വന്നാൽ ആർക്കെങ്കിലും ഒരു 50 ലക്ഷം വോട്ട് കിട്ടുമോ കേരളത്തിൽ? കിട്ടൂല. എവിടെ കിട്ടുമെന്ന് ഈ പറയണ രജനീകാന്ത് തന്നെ അവിടെ കാല് വെച്ചില്ല എന്ന് പറയുന്നു. കാരണം വെച്ചാൽ കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പില്ല. മനസ്സിലായോ? അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് എന്നിട്ട് വിജയ് കയറിയിട്ട് തന്നെ 108 സീറ്റാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ അങ്ങ് തള്ളുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട പേളിമാണി ഈ മറ്റേ 2 വഞ്ചിയിൽ കാലുള്ള വെക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവം നിർത്തിയിട്ട് മര്യാദക്ക് മറ്റേ വീഡിയോസൊക്കെ കിട്ടും. ഏത് ഞാൻ മറ്റേ ഷിയാസ് കരീമിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 2-3 ചോക്ലേറ്റ് മേടിച്ചു, പിന്നെ അവിടെ നിന്ന് 4 ചോക്ലേറ്റ് മേടിച്ചു, പക്ഷേ ഷിയാസ് കരീമിന് കൊടുത്തു. കൊച്ചു കരയുന്നുണ്ട്, കൊച്ചിന് കൊടുത്തു. കുഞ്ചാക്കോവൻ്റെ ഈ പറയുന്ന പോലെ എന്താണ് ഷർട്ടിൽ മറ്റേ പൊണ്ടിൽ നല്ല ഡിസൈൻ ഉണ്ട്, അതൊന്ന് പൊക്കി കാണിക്കുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, അപ്പച്ചി പൊക്കി കാണിക്കുന്നില്ല, നിവർത്തി കാണിക്കാനാണ് നീ അതങ്ങനെ ഉദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുമോ ഈ തക്കട തരികളെ കാണിച്ചു. അതിനുള്ള കാശും മേടിച്ചു. പിന്നെ ഇതിൻ്റെ പുറകിലൊരു കാര്യം കൂടിയാണ് കേട്ടോ, അതും കൂടി പറയാതെ പൂർത്തിയാവില്ല. ഈ വലിയ കുറേ ഏജൻസികൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഈ സമരത്തിനെതിരെ റീൽസ് ഇടുന്ന ആളുകൾക്ക് 20,000 രൂപ കൊടുക്കുന്നുണ്ട്. ഒരു റീല്, അതായത് 1 ലക്ഷമൊക്കെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് 20,000. അപ്പൊ 5 മില്യണുള്ള നല്ല എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു 10 ലക്ഷം 15 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കിട്ടിയാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം,
കിട്ടിയിട്ട് എനിക്ക് അവിടെ കിട്ടിയിട്ട് അവരെഴുതി കൊടുത്താണിത്. അല്ലാതെ പക്ഷെ രണ്ട് സൈഡിലും ഇല്ലാത്ത രീതിയിൽ ന്യൂട്രലിൽ നിന്ന് തള്ളുകയും ചെയ്തു. അതങ്ങനെയാണ് ഇത് എഴുതി കൊടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് സത്യത്തിൽ എന്നിട്ടും 2 ലക്ഷമല്ലേ കുറഞ്ഞുള്ളൂ എന്നുള്ളതാണ് എനിക്ക് സങ്കടം. നമ്മുടെ കേരളീയര് പ്രബുദ്ധരൊന്നുമല്ല, ഇതുപോലെയുള്ള വേതാളങ്ങളെയൊക്കെ പിടിച്ച് വലുതാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യും ഇനിയും വരും. അതുകൊണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായവും ഈ വിവരക്കേടും ഒക്കെ കേൾക്കലും നിർത്തൂ, കേരളമേ നിർത്തൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.